1960-കളിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാത്തതുമൂലം ഒരു നേരത്തെ ഭക്ഷണം വേണ്ട എന്ന് വയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് വന്ന രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ഇന്ന് അരി, ഗോതമ്പ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ലോകത്ത് 2-ാം സ്ഥാനത്താണ് ഇന്ത്യ. ലോകത്തിൽ അരി കയറ്റുമതി ചെയ്യുന്നതിൽ 1-ാം സ്ഥാനത്തും. ഈ പുരോഗതികളെല്ലാം സംഭവിക്കാൻ കാരണം 1960-കളിൽ സംഭവിച്ച ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന നോർമൻ ബോർലോഗ് മെക്സിക്കോയിലാണ് ഈ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന MS സ്വാമിനാഥനാണ് ഇതേ മാതൃകയിലുള്ള വിപ്ലവത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത്. ജനിതകമാറ്റം വരുത്തിയ ഹൈ ഈൽഡ് നൽകുന്ന വിത്തുകൾ, രാസവസ്തുക്കൾ, കീടനാശിനികൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതി അരി, ഗോതമ്പ് എന്നീ ധാന്യങ്ങളുടെ ഉൽപ്പാദനം വലിയ തോതിൽ വർദ്ധിക്കാൻ കാരണമായി. കൂടാതെ കൃഷിക്ക് ആവശ്യമായ വൈദ്യുതി, ലോണുകൾ, ഇറിഗേഷൻ എന്നീ പിന്തുണയും സർക്കാർ നൽകി. ഇതോടുകൂടി കാർഷിക മേഖലയിൽ വൻ വിപ്ലവം ഉണ്ടാവുകയും ഭക്ഷ്യസുരക്ഷ, കയറ്റുമതി എന്നിങ്ങനെ കൃഷി സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുകയും ചെയ്തു.